അസ്സലാമലൈക്കും. ഞാനിവിടെ നാടൻ കോഴിക്കോട് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഉള്ളി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യണം. 1 കിലോന് 500 ഉള്ളിയാണ് വേണ്ടത്. ഇനി വേണ്ടത് 250 തക്കാളിയാണ്. അതിവിടെ എടുത്ത് ചെറുതാക്കി കുഞ്ഞാക്കി അരിയും. ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ കിലോന് ആവശ്യത്തിന് എടുക്കുക. ഞാനിങ്ങനെ വെച്ച് തയങ്ങുകൊണ്ട് ഞാൻ ചിലപ്പോൾ സുമാർ എടുക്കും, ചിലപ്പോൾ എടുക്കും. പക്ഷേ അത് പാകായി വരും. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് എല്ലാം കൂടെ ഒന്നായിട്ടൊന്ന് മിക്സിയിൽ ഇടിച്ച് എടുക്കുക. ചപ്പ്, പുതിന, കരിവേപ്പില ആവശ്യത്തിന് എടുക്കുക. ബിരിയാണി മസാല ഉണ്ടാക്കാൻ പോവാണ്. ഉള്ളി ഒരു കുക്കറിൽ ഇടുക. അതിൻ്റെ ബാക്കിൽ അരിഞ്ഞ് തക്കാളി ഇടുക. ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് പാകത്തിന് കല്ലുപ്പ്. നാടനായതുകൊണ്ട് കല്ലുപ്പാണ് ഉപയോഗിക്കുക. എന്നിട്ട് 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് എന്നിട്ട് ഒരു വിസിൽ വരുത്തുക. അപ്പം ഇപ്പുറത്തെ സൈഡിൽ മസാലൻ്റെ മസാല വെച്ച് അപ്പുറത്തെ സൈഡിൽ ബിരിയാണിയുടെ വെള്ളം വെച്ച് അരിക്കിൽ തിളപ്പിച്ചിട്ടാണ് വെള്ളം. അത് തിളച്ച് വരുമ്പോൾ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന നാടൻ ബിരിയാണി ആയതിൻ്റെ അടുപ്പിലാണ്. പണ്ട് ഉമ്മമാരുണ്ടാക്കുന്ന ബിരിയാണിയാണ്. ചട്ടി ഇങ്ങനെ വെക്കാണ്. ഉള്ളി ചോപ്പിച്ചെടുക്കാൻ. എന്നത് വെളിച്ചെണ്ണയാണ്, ഓയിലല്ല. ഇത് ഉള്ളി ചോപ്പിക്കാനുള്ളതാണ്. ഇതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ചത് ഈ കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കനാണ്. ഇത് ആദ്യം ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന ചെമ്പ് അതിലേക്ക് ഇതിടുക. താളിച്ച ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിൽ ചേർക്കുക. അതിന് ഉള്ളിക്കൂടെ അടുപ്പിൽ നിന്ന് ഉള്ളി പൊരിഞ്ഞ് വരുന്നു. ബ്രൗൺ ആകുമ്പോൾ കോരുക. വെക്കുക. ചപ്പ്, പൊതിന. ഞാനൊരു നാടൻ മോഡലിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് ഐറ്റം. ഓക്കെ. 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ തൈര് ഒഴിക്കുക. ഞാനിവിടെ ഒക്കെ എനിക്ക് എക്സ്പീരിയൻസിലോട്ട് സുമാറാണ് ഒഴിക്കുന്നത്. 1 നാരങ്ങ ചേർക്കുക. ഞാനിങ്ങനെ അരിപ്പൊന്നും എടുക്കുന്നില്ല. എൻ്റെ ഇടത്തെ കയ്യിലേക്ക് ഒഴിക്കുമ്പോൾ കുരുവില്ലാണ്ട് ഇതിലേക്ക് നീര് വരും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലെന്ത് നെയ്യൊന്നും ചേർത്തിട്ടില്ല. നെയ്യില്ലാത്ത എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. ചിലവുകൾ കുറഞ്ഞ ഐറ്റംസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഉപ്പുണ്ടോയെന്ന് ഉപ്പ് നോക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കല്ലുപ്പ് മാത്രമാണ്. എന്നിട്ട് പിന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. ടേസ്റ്റ് വന്നാൽ വെക്കുക. എൻ്റെ ബിരിയാണി മിക്സ് റെഡിയായി. ഈ ഉള്ളി മുക്കാലാകുമ്പോൾ അണ്ടി മുന്തിരി ഇതിലിടുക. അത് റെഡിയാകുമ്പോൾ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് അരി ഇടുക.
പാകത്തിന് ഉപ്പ് ചേർക്കുക. എല്ലാവരും നോക്കണം. ഞാൻ എൻ്റെ ഒരു സുമാറിടുകയാണ്. ഈ തിളച്ച് വരുമ്പോൾ ഈ ഉള്ളി അണ്ടി മുന്തിരി ചോന്ന് വന്നിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് ഇത് ഇതിലെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് കുറച്ച് ചേർക്കുക. ഇതെൻ്റെ ട്രിക്കാണ്. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇത് ചേർക്കുക. കൂടിപ്പോകാൻ കുഴപ്പം. അങ്ങനെ മസാല റെഡിയായി. മസാല അടുപ്പിൽ വെക്കുക. ഇട്ട് ഈ കോഴി മസാലയിലേക്ക് ഈ അരി ചേർക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വറുത്ത് വെച്ച അണ്ടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് ബിരിയാണി മസാല ചേർക്കുക. ഞാൻ നെയ്യ് ഉപയോഗിക്കുന്നേ ഇല്ല. ബിരിയാണി ദമ്മിലേക്ക് കയറുക. അങ്ങനെ ഈ ബാക്കി വെച്ച അണ്ടി മുന്തിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പൊരിക്കാനെടുത്ത കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് ബിരിയാണി മസാല കൂടാൻ പാടില്ല. പാടിയ ബിരിയാണി ഉപ്പ് ചോദിക്കുന്നു. 2 ചപ്പ് ഇതിൽ കുറച്ച് നെയ്യ് വേണ്ടുന്നവർക്കിടാം. അവിടെ കുറച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇടണം, നിർബന്ധമൊന്നുമില്ല. വേണ്ടവർക്കിടാം. എത്ര കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. ബിരിയാണി പോരാ, റെഡിയായി. ബ്രോയിലർ കോഴിയാണെങ്കിൽ ഞാൻ കോഴി ആദ്യം വേവിച്ചിട്ടൊന്നുമില്ല. പച്ച തന്നെയാണ്. ഉള്ളി മാത്രം താളിച്ച് കുക്കറിൽ 2 മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കത്തിക്കുക. കോഴിക്കോടൻ നാടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.